നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ സുരേഷ് ഗോപിയുടെ ഭാര്യയായ രാധിക സുരേഷ് ഗോപിയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും എന്ന് വേണം പറയാൻ. താരപത്നി എന്നുള്ളതിലുപരി മികച്ചൊരു ഗായിക കൂടെയാണ് രാധിക. ഈ അടുത്ത സമയത്താണ് രാധിക പിന്നണി ഗാനരംഗത്തേക്ക് ചുവട് വച്ചത്. താരത്തിന്റെ സൗന്ദര്യവും എളിമയോടെയുള്ള സംസാര രീതിയുമൊക്കെ തന്നെ മലയാളികൾക്ക് ഏറെ ഇഷ്ടം തന്നെയാണ്. സുരേഷ് ഗോപിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യയായ രാധിക സുരേഷ് ഗോപിയെക്കുറിച്ച് അറിയാനും കേൾക്കാനും അദ്ദേഹത്തിന്റെ ആരാധകർക്കും വലിയ ഇഷ്ടം തന്നെയാണ്. താരദമ്പതികൾ സോഷ്യൽ മീഡിയയിലും സജീവമാണ്. വളരെയധികം സന്തോഷത്തോടെ മുന്നോട്ട് പൊക്കോണ്ടിരുന്ന കുടുംബമായിരുന്നു നടൻ സുരേഷ് ഗോപിയുടേത്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇരുവരുടെയും മൂത്ത മകൾക്ക് മരണം സംഭവിച്ചത്. മരണത്തെക്കുറിച്ച് സുരേഷ് ഗോപി പലപ്പോഴായിട്ടും ആരാധകരോട് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. തന്റെ മകളെ നഷ്ടമായ വേദന ഇന്നും മാറിയിട്ടില്ല എന്ന് സുരേഷ് ഗോപി പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഇതാ ആദ്യമായിട്ട് സുരേഷ് ഗോപിയുടെ ഇളയ മകനായ മാധവ് സുരേഷ് ഗോപി ചേച്ചി ലക്ഷ്മിയുടെ മരണത്തെക്കുറിച്ചും ആ അപകടത്തിൽ വെച്ച് അമ്മ രാധികയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചിരിക്കുകയാണ്. ചേച്ചിക്ക് അന്ന് 1.5 വയസ്സായിരുന്നു. 2 വയസ്സ് തികഞ്ഞിട്ടില്ലായിരുന്നു. കാറിൽ എന്റെ അച്ഛന്റെ ഒരു ബന്ധുവും ഉണ്ടായിരുന്നു. എന്റെ അമ്മയും ഉണ്ടായിരുന്നു. ഈ ആക്സിഡന്റിൽ എന്റെ അമ്മയ്ക്ക് ശരിക്കും അപകടം പറ്റിയിരുന്നു. അമ്മയുടെ കാലിലെ തുടയിൽ ഫ്രാക്ചർ സംഭവിച്ചിരുന്നു. കുറച്ചുനാൾ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ തന്നെയായിരുന്നു മുന്നോട്ടു പോയത്. അമ്മയ്ക്ക് സംഭവിച്ച ആ അപകടം മാത്രമല്ലായിരുന്നു, അമ്മയുടെയും അച്ഛന്റെയും മാനസിക നില വല്ലാതെ തകർന്നുപോയി എന്ന് വേണം പറയാൻ. അമ്മയ്ക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളും അതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലൂടെയായിരുന്നു അന്ന് അവർ കടന്നുപോയത്. കൊല്ലത്തെ അച്ഛന്റെ വീടിനടുത്ത് വെച്ചായിരുന്നു ഈ അപകടം സംഭവിച്ചത്. ഞങ്ങൾ ആരും അന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമാണ്. എന്റെ കണ്ണുകൾ പലപ്പോഴും നിറയാറുണ്ട്. എന്റെ ചേച്ചിയെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴായിട്ടും ആലോചിച്ചിട്ടുമുണ്ട്. അമ്മ ഞങ്ങൾ 4 മക്കളെയും പൊന്നുപോലെ വളർത്തിയത് അമ്മയുടെ സ്വന്തം കരിയർ മാറ്റിവെച്ചായിരുന്നു. അത് ഞങ്ങൾക്ക് ഇന്നും ഓർക്കുമ്പോൾ വല്ലാത്ത ദുഃഖം തന്നെയാണ്. എങ്കിലും അമ്മ ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ അത് ചെയ്തത് എന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷവുമുണ്ട്. അച്ഛനും അമ്മയും അന്ന് തിരക്കിലായാൽ ഞങ്ങളെ നോക്കാൻ ആരും ഉണ്ടാകില്ല, കുടുംബജീവിതം മുന്നോട്ട് പോകില്ല എന്നുള്ള തോന്നൽ അമ്മയ്ക്കുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അമ്മ ചിലപ്പോൾ അമ്മയുടെ സ്വന്തം താല്പര്യത്തോടെ അമ്മയുടെ കരിയർ തന്നെ മാറ്റിവെച്ചത്. ഇന്ന് അമ്മ ആ കരിയറിലേക്കുള്ള തിരിച്ചുവരവിലാണ്. അമ്മയ്ക്ക് വേണ്ടി എല്ലാം സപ്പോർട്ട് ചെയ്യാനും ഞാനും അച്ഛനും എല്ലാവരുമുണ്ട്. അത് തന്നെയാണ് അമ്മയുടെ ഇന്നത്തെ വിജയമെന്ന് എനിക്ക് പലപ്പോഴായിട്ടും തോന്നാറുണ്ട് എന്നും കൂടിയായിരുന്നു മാധവ് തുറന്ന് സംസാരിച്ചത്. മാധവിന്റെ വാക്കുകൾ കേട്ട് ആരാധകർക്കും വലിയ സന്തോഷമായി. ഇത്രമാത്രം അമ്മയെ സ്നേഹിക്കുന്ന മറ്റൊരു മകനും ഉണ്ടാകില്ല എന്നാണ് മാധവിനെക്കുറിച്ച് ആരാധകരെല്ലാവരും പറയുന്നത്. മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് സുരേഷ് ഗോപിയും ഭാര്യ രാധിക സുരേഷ് ഗോപിയും. നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടമാണോ? വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.